വെൽക്കം ടു മൈൽസ്റ്റോൺ. മിക്ക PSC എക്സാമുകളിലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിന്ന് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റിലെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ആദ്യം, ഓരോ ഡയറക്ഷനും എങ്ങോട്ടേക്കാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു ഡയറക്ഷൻ മാപ്പ് വരച്ചു വെക്കുക. മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്നത് നോർത്ത് അഥവാ വടക്ക്, താഴേക്കുള്ളത് സൗത്ത് അഥവാ തെക്ക്, ഇത് പടിഞ്ഞാറ് വെസ്റ്റ്, ഇത് കിഴക്ക് ഈസ്റ്റ്. ഇത് കൺഫ്യൂഷൻ ആവുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പൊ തന്നെ സൈഡിൽ ഈ മാപ്പ് വരച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, നോർത്ത് സൗത്ത് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. കൺഫ്യൂഷൻ ഉള്ളവര് അവിടെ വരച്ചു വെക്കുക, ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ഇനി നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. വടക്കിനും കിഴക്കിനും ഇടയിലുള്ളത് നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്ക്. ഇനി കിഴക്ക് തെക്ക് കിഴക്കാണെങ്കിൽ ഇത് തെക്കിനും കിഴക്കിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ്. പടിഞ്ഞാറിനും തെക്കിനും ഇടയിൽ തെക്ക് പടിഞ്ഞാറ്, അതായത് സൗത്ത് വെസ്റ്റ്. പടിഞ്ഞാറിനും വടക്കിനും ഇടയിൽ വടക്ക് പടിഞ്ഞാറ്, അതായത് നോർത്ത് വെസ്റ്റ്. ഇതാണ് ഡയറക്ഷൻ എന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഡയറക്ഷന്റെ കാര്യത്തിൽ ഓർത്തു വെക്കണം, പൈതഗോറസ് സിദ്ധാന്തം. നമുക്കറിയാം, ഇങ്ങനെ ഒരു മട്ട ത്രികോണം ഉണ്ടെങ്കിൽ ഇത് ലംബം, ഇത് പാദം, ഇത് കർണം. ഓക്കെ, പൈതഗോറസ് സിദ്ധാന്തം എന്താണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് ഓർത്തു വെക്കുക. ചിലപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ വരക്കുമ്പോൾ പൈതഗോറസ് ത്രികോണമൊക്കെ വരാം. അപ്പൊ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് അറിഞ്ഞിരിക്കണം. കർണം സ്ക്വയർ എന്ന് വെച്ചാൽ പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടിയതായിരിക്കും. ഈ രണ്ട് ഇൻഫോർമേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരാൾ 30 മീറ്റർ തെക്കോട്ടേക്ക് നടന്നു. പിന്നീട് വലതുവശത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. പിന്നീട് ഇടതുവശം തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. വീണ്ടും ഇടതുവശം തിരിഞ്ഞ് 30 മീറ്റർ കൂടി നടന്നാൽ അയാൾ ആദ്യം ഉണ്ടായ സ്ഥലത്ത് നിന്നും എത്ര മീറ്റർ അകലെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം. ഫസ്റ്റ് അയാൾ ഏത് ഭാഗത്തേക്കാണ് നടന്നേ? തെക്ക് ഭാഗത്തേക്ക്. മാപ്പ് ഇവിടെ ജസ്റ്റ് സൈഡിൽ വരച്ചു വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തെക്ക് എന്ന് വെച്ചാൽ എന്താണ്? താഴെയാണ് തെക്ക്. എത്ര മീറ്റർ? 30 മീറ്റർ. 30 മീറ്റർ തെക്കോട്ടേക്ക് നടന്നു. നമ്മൾ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മളും താഴേക്ക് 30 മീറ്റർ നടന്നു എന്ന് ഇമാജിൻ ചെയ്തു. പിന്നീട് വലതുവശത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നമ്മൾ താഴേക്ക് നടന്നു. നമ്മുടെ വലതുവശം ഏതാണ്? ഇതാണ്. വലതുവശത്തേക്ക് എത്ര മീറ്റർ നടന്നു? പിന്നീട് 30 മീറ്റർ നടന്നു. ഈ സൈഡിലേക്കാണ്, അതുകൊണ്ട് കുറച്ച് ഫസ്റ്റ് വൺ കുറച്ച് ഈ ഭാഗത്തേക്കാക്കി വരക്കാം. ഓക്കെ, 30 മീറ്റർ സൗത്തിലേക്ക് നടന്നു, തെക്ക് വശത്തേക്ക് നടന്നു. പിന്നീട് വലതുവശം, ഇതിലൂടെ നമ്മൾ നടന്നു നോക്കിയാൽ നമ്മുടെ വലതുവശം ഇതാണ് വരുന്നത് അല്ലേ? ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം നമ്മൾ നടക്കുന്നതായിട്ട്. വലതുവശം ഈ ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് എത്ര മീറ്റർ നടന്നു? 30 മീറ്റർ വലതുവശത്തേക്ക് നടന്നു. പിന്നീട് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 20 മീറ്റർ. ഈ ലൈനിലൂടെ നമ്മൾ നടന്നു നോക്കുക. ഈ ലൈനിലൂടെ നടന്നാൽ ഇടതുവശത്തേക്ക് എന്ന് പറയുമ്പോൾ താഴെയായിരിക്കും ഇടതുവശം വരുന്നത്. താഴേക്ക് എത്ര മീറ്റർ നടന്നു? 20 മീറ്റർ നടന്നു. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഒന്നും കൂടിയുണ്ട്. വീണ്ടും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. ഈ ലൈനിലൂടെ നമ്മൾ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ ഇടതുവശം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ വരിക? ഈ സൈഡിലേക്കാണ് വരിക. എത്ര മീറ്റർ നടന്നു? 30 മീറ്റർ നടന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം ഉണ്ടായ സ്ഥലത്ത് നിന്നും എത്ര മീറ്റർ അകലെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഡിസ്റ്റൻസും കൂട്ടിയതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് എത്രയുണ്ട്? 20. ഇത് 20 ആകുമ്പോൾ ഇതൊരു സ്ക്വയർ പോലെയാണ് വരുന്നത്. ഇത് 30. അപ്പൊ ഇതും എന്തായിരിക്കും? 20 ആയിരിക്കും. ഇവിടുന്ന് ഇവിടത്തേക്ക് 20 കിട്ടും. അവിടുന്ന് 30 മീറ്റർ ദൂരമുണ്ട്. അതായത് 20യും പിന്നീടുള്ള 30യും അദ്ദേഹം 50 മീറ്റർ അകലത്തിലായിരിക്കും
ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 30 മീറ്റർ വടക്കോട്ടേക്ക് നടന്നു. പിന്നീട് 40 മീറ്റർ വലതുവശത്തേക്ക് നടന്നു. അതായത് വലതുവശം തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. വീണ്ടും വലതുവശം തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. വീണ്ടും വലതുവശം തിരിഞ്ഞ് 40 മീറ്റർ കൂടി നടന്നാൽ അദ്ദേഹം ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും എത്ര മീറ്റർ അകലെയാണ്? എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് അയാൾ എന്താ ചെയ്യുന്നത്? 30 മീറ്റർ വടക്കോട്ട് നടന്നു. വടക്ക് എന്ന് പറയുന്നത് മുകളിലാണ്. അതായത് 30 മീറ്റർ വടക്ക് ഭാഗത്തേക്ക് 30 മീറ്റർ നടന്നു. റൈറ്റിലേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. അതായത് വലതുവശത്തേക്ക് തിരിഞ്ഞു. വലതുവശം, ഇതിലൂടെ പോയ വലതുവശം ഏതായിരിക്കും? ഇതായിരിക്കും 40 മീറ്റർ. നേരത്തെ പറഞ്ഞു അതിലൂടെ പോയി നോക്കുക എന്നുള്ളത്. 40 മീറ്റർ വലതുവശത്തേക്ക് നടന്നു. പിന്നെന്താ പറയുന്നത്? വീണ്ടും വലതുവശം തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. ഈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ വലതുവശം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലൂടെ പോകുമ്പോൾ വലതുവശം താഴേക്കായിരിക്കും. 20 മീറ്റർ ആണ് നടന്നത്. ഓക്കെ, വീണ്ടും വലതുവശം തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. ഈ ഡയറക്ഷനിൽ പോയാൽ ജസ്റ്റ് പോയി നോക്കുക, എന്തായിരിക്കും? വലതുവശം എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കായിരിക്കും. അതായത് ഈ ഭാഗത്തേക്ക് 40 മീറ്റർ നടന്നു. ഇത് 40 ആയതുകൊണ്ട് 40 പറയുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യും. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അയാൾ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും എത്ര ദൂരെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു റെക്ടാങ്കിൾ പോലെ വന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും ഇത്ര മാത്രം ദൂരം മാത്രമേ അയാൾ അധികമായിട്ട് വന്നിട്ടുള്ളൂ. അതായത് ഇത് മൊത്തം 30 ആണ്. ഇവിടെ വരെ 20 ഉണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? 30 - 20 ആയിരിക്കും. അതായത് 10 മീറ്റർ അകലെ ആയിരിക്കും അയാൾ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇപ്പോ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 30 മീറ്റർ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നടന്നു. പിന്നീട് അയാൾ 30 മീറ്റർ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നടന്നു. വീണ്ടും 30 മീറ്റർ തെക്ക് കിഴക്ക് ദിശയിൽ നടന്നതിന് ശേഷം ആദ്യം ഉണ്ടായ ഡയറക്ഷനിലേക്ക് നടന്നു. ഇങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് അയാൾ നടക്കുന്ന ഡയറക്ഷൻ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് വരച്ചു നോക്കാം. ഡയറക്ഷൻ മാപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇങ്ങനെ വരച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം നടന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അതായത് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഏതാണ് ഡയറക്ഷൻ? ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ആദ്യം 30 മീറ്റർ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നടന്നു. പിന്നീട് 30 മീറ്റർ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നടന്നത്. അതായത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇതാണ് ഡയറക്ഷൻ. 30 മീറ്റർ തെക്ക് പടിഞ്ഞാറ്, ഇതാണ് ഡയറക്ഷൻ. പിന്നീട് 30 മീറ്റർ തെക്ക് കിഴക്ക്, അതായത് തെക്ക് കിഴക്ക് 30 മീറ്റർ, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. അതായത് 30 മീറ്റർ തെക്ക് കിഴക്ക് നടന്നു. പിന്നീട് എന്താ ചോദ്യം? പിന്നീട് ആദ്യം ഉണ്ടായ പൊസിഷനിലേക്ക് തിരിഞ്ഞു നടന്നാൽ അത് ഏതായിരിക്കും ഡയറക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ഡയറക്ഷൻ ഏതായിരിക്കും വരുന്നത്? ഇങ്ങനെ വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്, അതായത് വടക്ക് കിഴക്കായിരിക്കും നമുക്ക് ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാഹുൽ അവന്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ പടിഞ്ഞാറേക്ക് നടന്നു. പിന്നീട് ഇടതുവശം തിരിഞ്ഞ് 20 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ടേക്ക് 25 കിലോമീറ്റർ നടന്നു. പിന്നീട് വീണ്ടും ഇടതുവശം തിരിഞ്ഞ് 20 കിലോമീറ്റർ നടന്നാൽ അവന്റെ വീട്ടിൽ നിന്നും എത്ര അകലെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചിത്രം വരക്കാം. 15 കിലോമീറ്റർ പടിഞ്ഞാറാണ് ആദ്യം. പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അതായത് 15 കിലോമീറ്റർ പടിഞ്ഞാറ്, ഇതാണ് ഒറിജിനൽ പൊസിഷൻ. 15 കിലോമീറ്റർ. പിന്നെ ഇടതുവശം തിരിഞ്ഞു. ഈ ഡയറക്ഷനിൽ പോയാൽ ഇടതുവശം എന്ന് പറയുമ്പോൾ താഴേക്കാണ്, 20 കിലോമീറ്റർ താഴേക്ക്. ക്ലിയർ? ദെൻ കിഴക്കോട്ടേക്ക് 25 കിലോമീറ്റർ. കിഴക്കോട്ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ മാപ്പ് ഉണ്ട്, നോക്കാം. കിഴക്കോട്ടേക്ക് എത്ര കിലോമീറ്റർ ആണ്? 25 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് നടന്നു. പിന്നീട് ലെഫ്റ്റ് തിരിഞ്ഞു. ഇങ്ങോട്ട് പോയാൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. ലെഫ്റ്റിലേക്ക് 20 കിലോമീറ്റർ നടന്നു. 20 കിലോമീറ്റർ. അപ്പോൾ അയാൾ അവന്റെ വീട്ടിൽ നിന്നും എത്ര അകലെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് വീട്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇത് 20 മീറ്റർ,
20 കിലോമീറ്റർ, ഇതും 20 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു സ്ക്വയർ പോലെയാണ് കിട്ടുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇത് ടോട്ടൽ 25 ഉണ്ട്, ഇവിടെ വരെ 15 ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് 25ൽ നിന്നും 15 മൈനസ് ചെയ്താൽ നമുക്ക് 10 കിലോമീറ്റർ എന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജു വീട്ടിൽ നിന്നും 75 മീറ്റർ വടക്കോട്ടേക്ക് നടന്നു. പിന്നീട് 25 മീറ്റർ ഇടതുവശം തിരിഞ്ഞ് നടന്നു. വീണ്ടും ഇടതുവശം തിരിഞ്ഞ് 80 മീറ്റർ നടന്നു. പിന്നീട് 45 ഡിഗ്രി വലത്തേക്ക് നടന്നു. എന്നാൽ അവൻ പോകുന്ന ദിശ ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വരച്ചു നോക്കാം. 75 മീറ്റർ വടക്കോട്ടേക്ക് നടന്നു. വടക്ക് എന്ന് പറയുന്നത് മുകളിലേക്കാണ്. സോ 75 മീറ്റർ. പിന്നീട് ഇടതുവശം തിരിഞ്ഞ് 25 മീറ്റർ. ഇതിലൂടെ പോയി നോക്കിയാൽ ഇടതുവശത്തേക്ക് 25 മീറ്റർ. ഇടതുവശം എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്. 25 മീറ്റർ. വീണ്ടും ഇടതുവശം തിരിഞ്ഞ് 80 മീറ്റർ. ഈ ഡയറക്ഷനിൽ ഇടതുവശം താഴേക്കാണ്. 80 മീറ്റർ. ലാസ്റ്റ് പറയുന്നത് എന്താണ്? 45 ഡിഗ്രി വലതുവശത്തേക്ക്. ഈ ഡയറക്ഷനിൽ പോയാൽ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് 45 ഡിഗ്രി. ഇത് നമുക്കറിയാം, ഇത് 90 ഡിഗ്രി ആയിരിക്കും. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിലായിരിക്കും. ഇതായിരിക്കും 45 ഡിഗ്രി ആയിട്ട് വരുന്നത്. ഇത് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും ഡയറക്ഷൻ? നമുക്കറിയാം ഏതായിരിക്കും. വടക്ക് പടിഞ്ഞാറ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനൊരു ചിത്രം സൈഡിൽ വരച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാം. ഇങ്ങനെ ഒരു ഡയറക്ഷൻ എവിടെയാണ് വരുന്നത് നോക്കാം. ഇതാണ്, അതായത് നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. ഇതാണ് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തത്. കൂടുതൽ എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കുക. എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. തീർച്ചയായും ഇതിന്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.